സോ ഈ കിടക്കുന്ന കപ്പലിലേക്ക് ഞാൻ കയറാൻ പോണാണ്. ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടത്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഈ കപ്പൽ ഒരുപാട് പഴയതാണ്. 1903 ഇത് പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞത്. പേര് പുമൻ എന്നാണ്. ഇതൊരു പായ്ക്കപ്പലാണ്. അങ്ങനെ കപ്പലിൻ്റെ അകത്ത് കയറിയേക്കണ തലമുട്ടാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, വീഞ്ചൊക്കെ കണ്ടില്ലേ. ചങ്ങലൊക്കെ ആ കാലഘട്ടത്തിൽ 1903 ഇതൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഏറ്റവും മുമ്പിലെ കപ്പലിൻ്റെ തലടിക്കും, നോക്കി നടന്നില്ല തീട്ടയും വീഴും. കാരണം കംപ്ലീറ്റ് ഓയിലും ചെളിയുക. ഇവിടെ ഇപ്പോഴും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പാണ്. സ്വീഡനിൽ കണ്ടില്ലേ പണിയെടുക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതൊരു പായ്ക്കപ്പലാണ്. കണ്ടില്ലേ എൻ്റെ വലിപ്പം നോക്കിയാൽ. ഒരു രക്ഷയിലാട്ടോ. 1903 ഇത് പണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ ടെക്നോളജി ഇവരെ എത്ര പുലികളാന്ന് നോക്കിയേ. അപ്പോൾ എനിക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. വീടിൻ്റെ അകത്തൊക്കെ നിറച്ച സാധനങ്ങൾ. ഒരു രക്ഷയിലാട്ടോ. പുമൻ എന്ന് പറഞ്ഞ ഈ ഷിപ്പ് ഒരു കാർഗോ ഷിപ്പായിട്ടാണ്. അത് തടി കൊണ്ടുപോകാനായിട്ട് സ്കാൻഡിനേവിയയിൽ ഉപയോഗിച്ചിരുന്ന ഷിപ്പാണ്. 1903 പിന്നെ 1939 ഇതിന്റെ അവസാനത്തെ സെയിലിംഗ് ഉണ്ടായത്. അതിനുശേഷം 1950 കൂടി ഈ കപ്പൽ മ്യൂസിയത്തിന് കൈമാറുകയാണ് ചെയ്തത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 94 മീറ്ററും വീതി വരുന്നത് 13 മീറ്ററുമാണ്. പിന്നെ അതിന്റെ ഹൈറ്റ് വരുന്നത് 48 മീറ്റർ. ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000 ടണ്ണാണ്. പിന്നെ 26 ആണ് പാസഞ്ചേഴ്സ്, അതായത് ക്രൂ മെമ്പേഴ്സ് ഉള്ളത്. ആദ്യം തന്നെ ഞാൻ സ്വീഡിഷ് ഗവൺമെന്റിന് ഒരു അഭിനന്ദനങ്ങൾ പറയട്ടെ. കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു കപ്പൽ ഇങ്ങനെ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് എപ്പോഴും മഴയും തണുപ്പുമാണ് അവിടെ. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിന്റെ കാഴ്ചകൾ കാണാൻ സാധിച്ചത് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. എല്ലാവർക്കും ഷിപ്പ് ലൈഫ് എന്നും പറഞ്ഞ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു അഭിപ്രായമായിട്ട് കമന്റ് ചെയ്യുന്നതാണെങ്കിൽ എനിക്കതൊരു പ്രചോദനമായിരിക്കും. അപ്പൊ എനിക്കറിയാൻ സാധിക്കും ഇപ്പൊ ഒരു പുതിയതായിട്ട് ബിൽഡ് ചെയ്താൽ, കാരണം 100 വർഷത്തേക്ക് കൂടുതൽ പഴക്കമുണ്ടല്ലേ കപ്പൽ. അപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് പുതിയതായിട്ടുള്ള വുഡൊക്കെ ഇട്ട് നിലനിർത്തിയേക്കണം. പിന്നെ ഗ്ലാസ് ആണ് ഇട്ടേക്കണത്. അപ്പൊ ഇതിന്റെ താഴത്തെ ഹള്ളൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത്.